ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിൻ്റെ വാരഫല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ ആഴ്ച ഫലം, വാരഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് ഏപ്രിൽ 20 മുതൽ ഏപ്രിൽ 26 വരെയുള്ള ഫലം, ആഴ്ച ഫലമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം, 27 നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രഫലം, ആഴ്ചഫലം ഞാൻ ചെയ്തിരിക്കുന്നത് കബഡി പ്രശ്നം വെച്ച്. ഇപ്പം 12 രാശികളിൽ, മേടക്കൂറിൽ മുതൽ മീനക്കൂറിൽ വരെയുള്ള 12 രാശികൾ, ഈ 12 തവണ കബഡി പ്രശ്നം വെച്ചിട്ടാണ് ഈ ഒരു ആഴ്ചഫല വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അപ്പം വാരഫല വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം, അവർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച നല്ല രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതായത് ചെറിയ തോതിലുള്ള വിഷമ സ്ഥിതികൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ജോലിയിൽ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. പക്ഷേ ഫിനാൻഷ്യലി നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ധനപരമായിട്ട് ചെറിയ രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. നിലവിൽ മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ആദിത്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി പൂർണ്ണമായിട്ടുള്ള ആ ഒരു ദൈവികപരമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് നിമിത്തം ടെൻഷൻസ് ഉണ്ടാകുന്നു. വർക്കിൽ ഉള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വിഷമം ഉണ്ടാകാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാൻ, ഫാമിലിയിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സംസാര രീതി ഒന്ന് മിതപ്പെടുത്തുക. ആ ഒരു മിതത്വം നിങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ച് മുൻപോട്ട് പോവുക. അങ്ങനെ ആ ഒരു പ്രോപ്പർ, ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി എല്ലാവരോടും സംസാരിക്കാൻ ശ്രദ്ധിക്കുക. വിദേശത്തേക്ക് പോകാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ള ആളുകൾ, ജോലി സംബന്ധമായും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. അതുപോലെ കുടുംബത്ത് ചെറിയ തോതിലുള്ള ഇങ്ങനെയുള്ള സമാധാനക്കുറവുണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഇത്രയൊക്കെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് കർമ്മ രംഗത്തുള്ള തടസ്സങ്ങൾ അതൊന്നും നിങ്ങളെ ഇനിയും അലട്ടുന്നതല്ല. അടുത്ത ഒരാഴ്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് അടുത്തൊരു ചൊവ്വാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിനുശേഷം നല്ല സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് സമാധാനം, ശാന്തി, ഐശ്വര്യം എന്നിവ നിലനിൽക്കുന്നു. മാതാവിന് ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അരിഷ്ടതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അടുത്ത ചൊവ്വാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും പുതിയ ഫിനാൻഷ്യൽ ഡീലിംഗ് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വിഘ്നേശ്വര പ്രീതി
വിഘ്നേശ്വര പ്രീതി നേടുക. ഒരു ഗണപതി ഹോമം ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പരദേവത, കുടുംബ ദേവത കടാക്ഷം കൂടി നേടിയതിന് ശേഷം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക്, ഇടവക്കൂർ നക്ഷത്ര ജാതകരുടെ കുട്ടികൾക്കും ചെറിയ തോതിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അടുത്തതായി മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ, ഇവർക്ക് അടുത്തൊരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈര്യം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അടുത്തൊരാഴ്ച കാണിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം നിങ്ങളെ നേരിടുന്നതാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പം മിത്രങ്ങൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ കണ്ണിൽ ചിലപ്പം വളരെ അടുത്ത മിത്രങ്ങളാകാം, അല്ലെങ്കിൽ അടുത്ത ആൾക്കാരാകാം, പക്ഷേ ബാക്കിലൂടെ പണി തരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പം മിഥുനക്കൂർ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തി, സമാധാനം, ഐശ്വര്യം നിലനിൽക്കും. ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള വഴക്കുകൾ, കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരാഴ്ചയായിരിക്കും വരാൻ പോകുന്നത്. കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ട് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതുപോലെ കാൽമുട്ടിന് ചെറിയ തോതിലുള്ള വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾക്കുണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിതാവിന് ചെറിയ തോതിൽ ഉള്ള അസ്വസ്ഥതകൾ, അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ബിസിനസ് പരമായിട്ട് നല്ല സമയമാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനൊക്കെ പ്ലാനിങ് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഇതാണ് മിഥുനക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തതായി കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച ആരോഗ്യപരമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരുടെ അമ്മ വഴിയുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള ബന്ധുമിത്രാദികൾ, ബന്ധങ്ങൾ, അമ്മ വഴിയുള്ള പ്രത്യേകിച്ച് അമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെയുള്ള ബന്ധത്തിലുള്ള അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അങ്ങനെയുള്ള അടുത്ത ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഹെൽത്ത് വൈസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ. അപ്പം പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള ഫുഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. ജോലിക്ക് ഒക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ജോലി സംബന്ധമായിട്ട് കർമ്മരംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കാനുള്ള ആ ഒരു ദൈവികത നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പൂർണ്ണമായിട്ടും കുടുംബ ക്ഷേത്രത്തിൽ നിന്നുള്ള അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സർപ്പസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരാഴ്ച നിങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ശത്രുക്കൾ പുതിയതായിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികപരമായിട്ട് ചെറിയ തോതിലുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അതായത് ചിലവുകൾ നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെയുള്ള മണി ഡീലിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ബുധനാഴ്ച വരെ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊന്നും പറ്റിയ സമയമല്ല കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എല്ലാം തന്നെ. പുതിയതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത ഒരു 3-4 ദിവസത്തേക്കൊന്ന് ആ ഒരു കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ആ ഒരു പ്ലാനിങ്ങോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർ ശിവക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ നടത്തുന്നത് വളരെ നന്നായിരിക്കും.
ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുക. പറ്റുമെങ്കിൽ ഇപ്പം ഈ ആഴ്ചയെ തന്നെയല്ല, എപ്പോഴെങ്കിലും അടുത്ത സമയത്ത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പറ്റുമെങ്കിൽ മൃത്യുഞ്ജയ ഹോമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നല്ല രീതിയിൽ, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കാൻ സഹായകരമാകുന്നതാണ്. മൃത്യുഞ്ജയ ഹോമം നടത്തുക. ഇത്രയൊക്കെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ആഴ്ചത്തെ ഫലം. ശിവപഞ്ചാക്ഷരം ദിവസവും 108 തവണ വെച്ച് ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാനിങ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. പൂർണ്ണമായിട്ടും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. പിതൃ സംബന്ധമായിട്ടുള്ള ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ചിലപ്പോൾ കാണിച്ചേക്കാം പിതൃ സംബന്ധമായിട്ട്. അപ്പം നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബത്ത് അങ്ങനെയുള്ള നല്ല ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിതൃക്കളെ ഒന്ന് സ്മരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ഉള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക്. ആരോഗ്യപരമായിട്ട് ഞാൻ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ആരോഗ്യപരമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ടെൻഷൻസ് കൂടി നിന്ന് അങ്ങനെയുള്ള എപ്പോഴും തലവേദന ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ അലസത, മടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിലാണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നമുണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുകയും അത് നിമിത്തം ടെൻഷൻസ് മാറാതെ നിൽക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചിലപ്പം ആ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ തന്നെ ചിലപ്പം ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അല്ലാതെയുള്ള പ്രശ്നങ്ങളൊന്നും ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നില്ല. വീട്ടിൽ സമാധാനം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി എന്നിവ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നല്ല രീതിയിലുള്ള ആ ഒരു പൊരുത്തം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു സമാധാനവും ഐശ്വര്യം കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള സമയമാണ് ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ഞാനിപ്പോൾ പറയുന്ന എല്ലാവർക്കും 100% അങ്ങനെ വർക്കൗട്ട് ആവും എന്നല്ല ഞാൻ പറയുന്നത്. ഭൂരിഭാഗം ഈ ഒരു നക്ഷത്ര ജാതകരുടെ ഒരു കോമൺ ആയിട്ടുള്ള അവലോകനമാണ് ഞാനിതിലൂടെ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി ഏതാണ് അതും കൂടി കണക്കിലെടുത്ത് വേണം, ഏത് ഇതിലാണ് നിൽക്കുന്നത് അതുകൂടി കണക്കിലെടുത്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അറിയാൻ. അപ്പം നിങ്ങൾക്ക് പേഴ്സണലി ഇങ്ങനെ നിങ്ങളുടെ കാര്യം കൂടുതലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ കവടിപരമായിട്ട് അങ്ങനെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ടൈമും ഡേറ്റും അലോട്ട് ചെയ്യാം. അങ്ങനെ പേഴ്സണലി നോക്കാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യാം. അടുത്തതായി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള സമയം. പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ട്രാൻസ്ഫർ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. എങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. കുടുംബത്ത് ചെറിയ തോതിലുള്ള സമാധാനക്കുറവ് കാണിക്കുന്നു. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം, അതുപോലെ തന്നെ കുടുംബത്ത് മാതാവിന് ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യത, ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ. അപ്പം ആരോഗ്യം ഒക്കെ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക്. പുതിയ ബിസിനസ് എക്സ്പാൻഷനൊക്കെ ശ്രമിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസിനൊക്കെ വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാനൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. കൺസ്ട്രക്ഷൻ, ഇപ്പോൾ വീട് പണിയൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെയുള്ള ഓവറായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തതായി
തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ രീതിയിലുള്ള കർമ്മ രംഗത്തുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു കടാക്ഷ കുറവ് കബഡിയിൽ കാണാൻ കഴിഞ്ഞു. അപ്പം കുടുംബ ദേവിയെ, പരദേവതയെ ദിവസവും പ്രാർത്ഥിക്കുക. സന്ധ്യാസമയം വിളക്ക് തെളിയിക്കുന്ന സമയത്ത് പരദേവതയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. പുതിയതായിട്ട് ബിസിനസ് രംഗത്തൊക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാനിങ് ഒക്കെ അങ്ങനെയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. പക്ഷേ ഫിനാൻഷ്യൽ ഡീലിംഗ് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. പണം ഇടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ആർക്കും അങ്ങനെ പണം ഒരു രേഖ അങ്ങനെ ഒന്നും ഇല്ലാതെ കടം കൊടുക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് കലാശിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നല്ല രീതിയിൽ എന്തെങ്കിലും പുതിയതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർ വിഘ്നേശ്വര കടാക്ഷം നേടുക. അല്ലെങ്കിൽ തടസ്സങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സം ചിലപ്പം കാണിക്കാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അടുത്തതായി വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അടുത്ത ഒരാഴ്ച വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് ഹനുമാൻ സ്വാമി കടാക്ഷം ഈ ഒരാഴ്ച നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ശത്രുക്കൾ ഒക്കെ മാറുന്നു. അങ്ങനെയുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നു. അതുപോലെ ഭാഗ്യപരമായിട്ട് നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം. നല്ല രീതിയിലുള്ള ബന്ധം വന്നു ചേരാനുള്ള ആ ഒരു ദൈവികപരമായിട്ടുള്ള കടാക്ഷം വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് പരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനൊക്കെ പ്ലാനിംഗ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരാഴ്ച വളരെ നല്ല സമയമാണ്. അതുപോലെ മഹാലക്ഷ്മി ദേവിയെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരാഴ്ച കാണിക്കുന്നതല്ല. അടുത്തതായി ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂർ നക്ഷത്ര ജാതകർക്കും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഈ ഒരാഴ്ച നിലനിൽക്കും. ഈ കഴിഞ്ഞ ആഴ്ചയിലും അവർക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു കടാക്ഷം പ്രത്യേകിച്ച് മൂലം നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിലും ധനുക്കൂർ നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ പൂർണ്ണമായും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉണ്ടായിരിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നു. കർമ്മരംഗത്തുള്ള എല്ലാ തടസ്സങ്ങളും മാറി നിൽക്കാനുള്ള ആ ഒരു കടാക്ഷം പൂർണ്ണമായിട്ടും ആ ഒരു ദൈവികത നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തി, സമാധാനം, ഐശ്വര്യം നിലനിൽക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നല്ല രീതിയിലുള്ള ഒരു ഒരു രേഖ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ പണം ഇടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ബുധനാഴ്ച വരെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾക്കൊന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല. വിദേശത്ത് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാനിംഗ് ഒക്കെ ഉള്ളവർക്ക് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് അങ്ങനെ വിദേശത്ത് ജോലിക്കോ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യമോ അതല്ലെങ്കിൽ കുങ്കുമ അർച്ചനയോ കുങ്കുമ അഭിഷേകമോ ഏതെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം പോവുകയാണെങ്കിൽ പൂർണ്ണമായും തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നതാണ്. ആ ഒരു പൂർണ്ണ ദൈവികത നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കുട്ടികൾക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ധനുക്കൂർ നക്ഷത്ര ജാതകരുടെ പേരൻസിന്, മാതാവിനും പിതാവിനും ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള നല്ല ഐശ്വര്യവും
വീട്ടിൽ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വഴക്കുകളും കാര്യങ്ങളൊക്കെ മാറി നല്ല സമാധാനം അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് കുടുംബത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാട മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. പൊതുവേ മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയം വളരെ നല്ലതാണ്. കാരണം ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, പ്രത്യേകിച്ച് 7.5 ശനി ദോഷങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. പക്ഷേ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത ബന്ധു മിത്രാദികൾ പോലും ചിലപ്പോൾ ശത്രുക്കളാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിങ്ങളുടെ സംഭാഷണ രീതി ഒന്ന് മിതപ്പെടുത്തുക. ഒരു മിതത്വം കീപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ പോലും ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ, ധനപരമായിട്ടുള്ള മണി ചീറ്റിംഗ് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പം പണമിടപാടുകൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. മകരക്കൂർ നക്ഷത്ര ജാതകർ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പം ഈ ഒരാഴ്ച നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം ചിലർക്കെങ്കിലും ഉണ്ടാകുന്നതാണ്. അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർ അങ്ങനെയുള്ള ഏജൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണം ഇടപാടുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ജെന്യുവനായിട്ടുള്ള ഏജൻസി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ ശ്രദ്ധിക്കുക. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഈ ഒരാഴ്ച മാറി നിൽക്കുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അടുത്ത ബുധനാഴ്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തി, സമാധാനം, ഐശ്വര്യം നിലനിൽക്കുന്നു. മകരക്കൂർ നക്ഷത്ര ജാതകരുടെ പിതാവിന് ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ മാതൃ സഹോദരങ്ങൾക്ക് ചെറിയ തോതിൽ അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. മകരക്കൂറിലുള്ള നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് വിവാഹമൊക്കെ ആലോചിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സമയമാണ്. അതുപോലെ മകരക്കൂർ നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാനൊക്കെ അങ്ങനെ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം കടാക്ഷിച്ചു നിൽക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. അടുത്തതായി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം കുംഭക്കൂർ നക്ഷത്ര ജാതകർക്കും ശത്രുപരമായിട്ടുള്ള ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. കർമ്മരംഗത്തുള്ള ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ അടുത്ത ബുധനാഴ്ച വരെ കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ രവി ഭഗവാനെ കൂടി, ആദിത്യ ഭഗവാനെ കൂടി ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബ ദേവിയുടെ പരദേവതാ കടാക്ഷം ഒന്ന് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഈ ഒരാഴ്ച കാണിക്കുന്നതാണ്. അപ്പം പരദേവതയെ കൂടി, കുടുംബദേവിയെ കൂടി നിങ്ങളുടെ ഒരു പൂജാവേളയിൽ, പ്രാർത്ഥനാ വേളയിൽ കുടുംബദേവിയെ കൂടി ഒന്ന് ഉൾപ്പെടുത്തുക. കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നതാണ്. പുതിയതായിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് അടുത്ത ചൊവ്വാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ ആരോഗ്യ ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിലുള്ള പൊരുത്തക്കുറവുകൾ കാര്യങ്ങളൊക്കെ മാറി നല്ല ഐശ്വര്യവും സ്നേഹത്തോടും കൂടിയുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ഭാഗ്യപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കെല്ലാം. അടുത്തതായി മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിക്കൊക്കെ അന്വേഷിക്കുന്നവർക്ക് അടുത്ത ആഴ്ച അവസാനത്തോടുകൂടി അനുകൂലമായിട്ടുള്ള ഉത്തരവുകൾ ഒക്കെ വരാനുള്ള ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ദൈവാധീനം പൂർണ്ണമായിട്ടും നല്ല ദൈവാധീനമുള്ള സമയമാണ് മീനക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്ര ജാതകർക്കും. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, കാൽമുട്ടിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, തൊണ്ടയ്ക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ജലദോഷം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗം, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി
നിൽക്കുന്നു. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, നല്ല രീതിയിലുള്ള ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്നു. നിലവിൽ ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ നയിക്കാനൊക്കെ സഹായകരമാകുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെയൊക്കെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് അവരിലേക്ക് എത്തിപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ട്രാൻസ്ഫേഴ്സ് കാര്യങ്ങളൊക്കെ റിക്വസ്റ്റൊക്കെ കൊടുത്തവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാനുള്ള ആ ഒരു കടാക്ഷവും ഈ ഒരാഴ്ച നിങ്ങൾക്ക് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ശത്രുപരമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ശത്രു തടസ്സം ഉണ്ടാകുന്നു. അതുപോലെ മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചെറിയ തോതിലുള്ള സൗന്ദര്യ പിണക്കം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും. അച്ഛൻ അമ്മമാർക്ക് വളരെ നല്ല രീതിയിലുള്ള സമയമാണ്. അവർക്കങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അമ്മ വഴിയുള്ള ബന്ധത്തിൽ ആർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുടുംബത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അപ്പം പൊതുവെ ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം, ചില നക്ഷത്ര ജാതകർക്ക് കുറച്ച് ടൈറ്റായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച കാണിക്കുന്നത്. ഇത്രയാണ് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്ര ജാതകരുടെ വാരഫലം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ഒരു ആഴ്ച നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.